ഇവിടെ നമ്മുടെ മുത്തുമണീസാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നും പറഞ്ഞിട്ടാണെങ്കിൽ ശോകമുഖമായിട്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ബണ്ണിക്കുട്ടനാണെങ്കിൽ പപ്പൂസിനെ വളക്കാൻ വേണ്ടി പോയി കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ പിള്ളേരൊന്ന് ആക്റ്റീവ് ആക്കാന്ന് പറഞ്ഞ് സേകുട്ടി വേഗം തന്നെ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി വന്നെങ്കിലും ചക്കിന് വെച്ച് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞ പോലെ അപ്പുറത്ത് പപ്പൂസിനെ വായി നോക്കിക്കൊണ്ടിരുന്ന ബണ്ണിക്കുട്ടനാണ് ആദ്യം അതിൻ്റെ അകത്തേക്ക് വീണതും. അവൻ്റെ ഇരിപ്പോക്കിയ പണ്ടത്തെ ലോല ഹൃദയനായിട്ടുള്ള പാവം കുഞ്ഞിപ്പൂച്ചയായിട്ടുള്ള ബണ്ണിക്കുട്ടനെ പോലെ ഉണ്ടല്ലേ. ആശാൻ അങ്ങനെ അവിടെ പിള്ളേരൊപ്പം ഇരുന്നിട്ട് ഞൊണ്ടി ഞൊണ്ടി കളിക്കായിരുന്നു. അപ്പോഴാണ് അവന് ബോധോദയം വന്ന്, അല്ല ഞാനിപ്പോൾ വലിയൊരു കണ്ടംപൂച്ച ആയില്ലേ, ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പെമ്പൂച്ചകൾ എന്നെ കണ്ണുമ്പത്തേക്ക് കളിയാക്കി ചിരിക്കില്ലേ എന്നും പറഞ്ഞ് അപ്പുറത്തേക്ക് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ശരീരം എത്ര വലുതായെന്ന് പറഞ്ഞിട്ട് എന്താണുള്ള കാര്യം, നമ്മുടെ ബണ്ണിക്കുട്ടൻ്റെ മനസ്സിപ്പോഴും പണ്ടത്തെ പഴയ ബണ്ണിക്കുട്ടൻ്റെ മനസ്സ് തന്നെയാണ് കേട്ടോ. ബണ്ണിക്കുട്ടൻ പോയതോടുകൂടി പിള്ളേർ ഇവിടെ ആക്റ്റീവായിട്ട് അതിൻ്റെ പുറകടക്കാണ്. ബണ്ണിക്കുട്ടൻ അവിടെ നിന്നിട്ട് വായി നോക്കി നിൽക്കുന്നുണ്ട്. അവന് എൻജോയ് ചെയ്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷേ പിള്ളേരൊപ്പം കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റ് പോയിപ്പോൾ തന്നെ മേക്കൂട്ടി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പെമ്പൂച്ചയും കൂടി വേണ്ടെന്ന് നോക്കും. എന്തിനുള്ള വില കളയണമെന്ന് ഓർത്തിട്ടായിരിക്കും അവൻ പോയത്. ഇവിടെ ഇവന്മാർ കിടന്ന് തകർത്ത് മറിയാണ്.